ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്നലെ കട്ട് ചെയ്ത കുഞ്ഞുടുപ്പിൻ്റെ സ്റ്റിച്ചിങ്ങാണ് നടക്കുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ 4 പീസ് വെട്ടി വെച്ചിരുന്നല്ലോ, കട്ട് ചെയ്തിരുന്നല്ലോ. അപ്പോൾ അത് നമുക്ക് അടിക്കണ എങ്ങനെ നോക്കട്ടോ. ആദ്യം ചെയ്യേണ്ടത് ഈ കയറിനുള്ള ഭാഗങ്ങൾ അടിക്കണേ. അപ്പോൾ അതിന് നമ്മൾ ആദ്യം ഈ തുണിയെ നമ്മൾ നീളത്തിൽ മടക്കുക, നടുമടക്കുക. എന്നിട്ട് ഇതിനെ ഒന്നിങ്ങനെ ചെരിച്ച് കൊടുക്കുക. ചെരിച്ചിട്ട് അവിടെ നിന്ന് തുടങ്ങട്ടോ അടിച്ച്. ഇവിടെ ഇങ്ങനെ അടിക്കുക. പിന്നെ അങ്ങനെ ഈ തലപ്പത്ത് കൂടെ അടിച്ച് വരും. ഇനി നമുക്ക് ഈ തുണിയെ മറിച്ചിടണം. ഞാൻ മറിച്ചിട്ട് കാണിച്ചു തരട്ടോ. നമ്മളൊരു ഈർക്കിളിയോ ചെറിയൊരു സ്ക്രൂ ഡ്രൈവറോ എന്തെങ്കിലും എടുത്തിട്ട് നമ്മൾ ഈ തുണി നമ്മൾ മറിച്ചിടണം കേട്ടോ. അപ്പം നമ്മൾ മറിച്ചിട്ടു. അങ്ങനെ നമ്മൾ ഈ 4 മറിച്ചിട്ടു കേട്ടോ. 4 പീസ് മറിച്ചിട്ടു. ആദ്യം തന്നെ പിന്നെ വള്ളി അടിക്കണം എന്നെങ്കിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി നമുക്ക് സ്റ്റിച്ചിങ് കാണാം. അപ്പം നമ്മൾ ഇതിൻ്റെ 4 പീസ് ഉണ്ടല്ലോ, നമുക്ക് ലൈനിങ് തുണിയും 2 കൂടെയൊക്കെ. എൻ്റേത് 4 തുണി ഒരേ സെയിം തുണി തന്നെയാണ്. അപ്പോൾ നമ്മൾ ശരിക്കും ഇതിന് ലൈനിങ്ങാണ് വെക്കേണ്ടത്. ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് അടിക്കല്ലേ. അപ്പോൾ ഞാൻ ചെയ്യുന്നത്, നമ്മൾ ഇത് ലൈനിങ് തുണിയാണ്. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇവിടെ ഈ ഇതാ അതിൻ്റെ അവിടെ നമ്മൾ ഈ കയറിൻ്റെ കൂർപ്പുള്ള ഭാഗമല്ല, അത് മറ്റേ ഭാഗമില്ല, അതിങ്ങനെ വെക്കുക ഇവിടെ കേട്ടോ. ഇവിടെ ഇങ്ങനെ വെക്കുക. അതുപോലെ തന്നെ അതിന് ഒന്നെടുത്ത് കാണും ഇങ്ങനെ വെക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഈ മറ്റേ തുണി വെക്കുക. നല്ല തുണി ലൈനിങ് തുണിയും ഒരുമിച്ച് വെക്കുക. എന്നിട്ട് നമ്മളിത് അടിക്കട്ടോ. അതുപോലെ തന്നെ മറ്റേ വള്ളീൻ്റെ അവിടെ എത്തുമ്പോഴും ഈ വശം നമ്മൾ അടിച്ചിട്ടില്ല. അപ്പോൾ അവിടെയും അടിക്കുക. ഇപ്പോൾ നമ്മളിപ്പോൾ അത് അടിച്ചു കഴിഞ്ഞു. ഇനി കാണും. ഇപ്പോൾ കണ്ടങ്ങള് ഇങ്ങനെ ആയില്ലേ.
ഇനി ഇതുപോലെ തന്നെ നമ്മൾ ഇതിപ്പോൾ ഒരു ഫ്രണ്ട് വശം, ഇനി പിൻവശത്തേക്കുള്ള ബാക്ക് വശത്തേക്കുള്ള ഇതും അതേപോലെ നമ്മൾ ചെയ്യണം. ഇനി ഇതിൻ്റെ മുകൾക്ക് തന്നെ മറ്റേതുപോലെ തന്നെ ഇതും വെക്കുക. എന്നിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. അങ്ങനെ നമ്മൾ ഈ രണ്ട് വശവും അടിച്ചു കേട്ടോ. ഇനി എന്ത് വേണേൽ നമുക്ക് ഇതിൻ്റെ അടിയിലേക്കുള്ള സ്കേർട്ടിൻ്റെ ഭാഗം അടിക്കണമല്ലോ. അപ്പോൾ ഇതിന് ഞാൻ ഒരേ അളവിലുള്ള 2 തുണിയാണ് 2 വശത്ത് കൊടുക്കണം. 2 വശത്തേക്ക് ഒരേ അളവിലുള്ള 2 തുണിയാണ് നമ്മൾ ഇതിൻ്റെ 3 ഇരട്ടി എടുക്കണം എന്ന് ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ. അപ്പോൾ അത് 3 ഇരട്ടി എടുത്തതിന് ശേഷം നമുക്ക് പകുതി ആക്കുക. അതിനെ പകുതി ആക്കിയിട്ട് അതിൽ ഒരു വശവും ഫ്രണ്ട് വശത്തേക്കും ഒരു വശം ഒരു തുണി ബാക്ക് വശത്തേക്കും. അപ്പോൾ ഞാനിവിടെ അടിക്കണേ കാണിച്ചു തരാം. ആദ്യം നമുക്ക് ഇതിൻ്റെ അടിഭാഗം നല്ല വശം വെക്കുക. നല്ല വശം ഒരുമിച്ച് വെച്ചിട്ട് ലൈനിങ് തുണി ഇതൊക്കെ ഒപ്പം പിടിച്ച് ഇവിടെ സ്റ്റിച്ചിങ് നമുക്ക് ചെയ്യട്ടോ. ഇവിടെ ഇങ്ങനെ സ്റ്റിച്ചിങ് ചെയ്യാം. ഞാൻ ചെയ്ത് കാണിച്ചു തരാം. പിന്നെ അതൊരു കൺഫ്യൂഷൻ ആവില്ല. ഇതിൽ പതിച്ചടിച്ചാൽ അപ്പോൾ നമ്മൾ ഇത് 2 ഫ്രണ്ടും ബാക്കും നമ്മൾ നെക്കിൻ്റെ അവിടെയൊക്കെ പിന്നെ പതിച്ചടിച്ചു കൊടുത്തുട്ടോ. അല്ലെങ്കിൽ അതിങ്ങനെ പൊന്തിക്കുക വെച്ചിട്ടാണ്. ഇനി നമുക്ക് ഇതിന് അടിഭാഗത്തേക്കുള്ള നെറി വെക്കാൻ ഒരു പീസ് ആദ്യം വെക്കുക. ഇത് നല്ല വശം ഒരുമിച്ച് വെക്കുക. എന്നിട്ട് നമുക്ക് ഇതിന്മേൽ അടിക്കൽ തുടങ്ങാം. ആദ്യം 1 ഇഞ്ച് നെറി വെക്കാതെ അടിക്കട്ടോ. ഇനി നമുക്ക് നെറി വെക്കാം. അങ്ങനെ നമ്മൾ ഒരു വശം അടിച്ചു കഴിഞ്ഞു. നമ്മൾ നെറി വെച്ചിട്ടാണ് ഇസ്തിരി ഇട്ടാൽ മതി കേട്ടോ. അപ്പോൾ നെറിയൊക്കെ ശരിയാവും. ഇനി ഇതുപോലെ തന്നെ ഞാൻ മറ്റേ വശം അടിക്കട്ടെ കേട്ടോ. മറ്റേ വശം അടിക്കണേ. അങ്ങനെ നമ്മൾ 2 തുണി അടിച്ചു. ഇനി ഈ നല്ല വശം ഒരുമിച്ച് വെച്ചിട്ട് നമ്മൾ ഈ ഷോൾഡർ ഇതും ഈ തുണിയൊക്കെ നല്ല വൃത്തിയിൽ ഒപ്പം പിടിക്കുക. ഒപ്പം പിടിച്ചിട്ട് നമ്മളിവിടെ കൂട്ടി യോജിപ്പിച്ചിട്ടാ ആദ്യം
ഒരു വശത്ത് യോജിപ്പിച്ച് എന്നിട്ട് നമുക്ക് അടി മടക്കി തയ്ക്കാണ്ട് ഒരു ഭാഗം അടിച്ചു കേട്ടോ. ഇനി നമുക്ക് തുണിയുടെ അടിഭാഗം മടക്കിയെടുക്കട്ടോ. നല്ല വശത്ത് നിന്ന് ചീത്ത വശത്തേക്ക് നമ്മൾ മടക്കണേ. ആദ്യം ഒരു മടക്കുക. മടക്കിൻ്റെ വീതി ഓരോരുത്തർക്കും ഓരോ ഇഷ്ടം കേട്ടോ. അങ്ങനെ 2 മടക്ക് നമ്മൾ മടക്കി എന്നിട്ട് അടിച്ചു കൊടുക്കണം. എപ്പോഴും ശ്രദ്ധിക്കുക, ചീത്ത വശത്തേക്കാണ് മടക്കി എടുക്കുക. അങ്ങനെ നമ്മൾ എല്ലാ അടിഭാഗവും അടിച്ചു കേട്ടോ. ഇനി നമ്മളിത് ഇനി ഒരു വശമല്ല നമ്മൾ കൂട്ടിയടിച്ചിട്ടുള്ളതിന്. അങ്ങനെ മറ്റേ വശം നമുക്ക് കൂട്ടിയെടുക്കാം. ഇവിടുന്ന് എടുക്കാൻ പാടുള്ളൂ കേട്ടോ. നമ്മളെ ഈ ആം ഹോളിൻ്റെ ഈ കൈക്കുയിൻ്റെ ഈ അരുവിനെ എടുക്കാൻ പാടുള്ളൂ കേട്ടോ. അങ്ങനെ നമ്മൾ എല്ലാ സ്റ്റിച്ചിങ്ങും കഴിഞ്ഞു. ഇനി നല്ലപോലെ ഇസ്തിരി ഇട്ടാൽ മതി. പിന്നെ ഇവിടേതായ 2 കയറും കുട്ടികൾക്ക് പാകത്തിനനുസരിച്ച് കെട്ടിക്കാണ്ട് നമുക്ക് ഫ്ലവർ പോലെ കെട്ടിക്കൊടുത്താൽ കുട്ടികൾക്ക് ഉഷാറാവും. നല്ല ഭംഗിയുള്ള തുണിയൊക്കെ ആണെങ്കിൽ ചെറിയ കുഞ്ഞുങ്ങൾക്ക് 1-2 വയസ്സ് വരെയുള്ള കുട്ടികൾക്കൊക്കെ ഇട്ടെടുക്കാൻ ഇങ്ങനത്തെ ഉടുപ്പ് നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ഇനി ഇൻഷാ അല്ലാഹ് വേറൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. ബൈ.